രണ്ടുപേരുടെയും റബ്ബ് ആരാണ്? യാ മൂസ. മൂസനോട് പറയണ്ട, മൂസയാണ് അതിന് മറുപടി പറയേണ്ടത് എന്ന് അർത്ഥത്തിൽ. അപ്പോൾ ഉത്തരം ഇപ്പം നമ്മളോട് ചോദിക്കണം, മൻ റബ്ബുക്ക്, എന്താ ഉത്തരം? മൻ റബ്ബുക്ക്, റബ്ബി അല്ലാഹ് അല്ലേ? നമ്മളോട് ഖബറിൽ ഇസ്ലാസൽ മതങ്ങൾ പറഞ്ഞ് ചോദിക്കും, മൻ റബ്ബുക്ക്, ആരാണ് നിൻ്റെ റബ്ബ്? അപ്പോൾ എന്താ ഉത്തരം? ശരി ഉത്തരം റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അള്ളയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഉത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് നൽകിയ വഹിയിൽ എന്താ റബ്ബി മൻ റബ്ബുക്കും എന്ന് വെച്ചാൽ റബ്ബുൻ അല്ലാഹ് എന്നല്ല, പിന്നെയോ ആ ചോദ്യം തന്നെ എന്ത് ചെയ്തു? ആ ചോദ്യം തന്നെ പാടെ വിഗണിച്ചു. ഉത്തരം എങ്ങനെ വന്നത്? റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദ. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദ. ഇതാണ് ഉത്തരം കൊടുത്തത്. റബ്ബുന, ഞങ്ങളുടെ റബ്ബ്, അല്ലദീ, അവൻ യാതൊരുവനാണ്. റബ്ബുന, ഞങ്ങളുടെ റബ്ബ്, അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്? അഅതാ കുല്ല ശൈഇൻ, എല്ലാ വസ്തുവിനും അവൻ നൽകി, ഖൽഖഹു, അതിൻ്റെ ഖൽഖ്, സുമ്മ ഹദ, പിന്നീട് ഖൽഖ് നൽകിയതിന് ശേഷം ഹദ, വഴി കാണിച്ചു, മാർഗം കാണിച്ചു. അവൻ വഴി കാണിച്ചു, കാണിച്ചു. ഓരോ വസ്തുവിനും അതിൻ്റെ ഖൽഖ് നൽകി അതിന് വഴി കാണിച്ചവൻ ആരോ അങ്ങനെയുള്ളവനാകുന്നു ഞങ്ങളുടെ റബ്ബ്. എന്താ ഇവിടെ റബ്ബുന അള്ളാഹ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയിപ്പിക്കാതിരുന്നത്? അത് ഒന്നാമത്തേത് ഫിർഔൻ എന്താണോ ലക്ഷ്യമിട്ടത് അത് പരിഗണിച്ചതേ ഇല്ല. അങ്ങനെയല്ല. ഉത്തരം പറയുമ്പോൾ ഈ നമ്മൾ ഈ മനഃശാസ്ത്രപരമായ വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന കൃതികൾ വായിക്കും. ചില ഉത്തരങ്ങളുണ്ടല്ല, അതിന് ചോദ്യം തന്നെ പരിഗണിക്കാൻ മുഖവിലക്കെടുക്കില്ല. ആ ചോദ്യം മുഖവിലക്കെടുക്കാതെ ഉത്തരം. അതിൽപ്പെട്ടാണ് യസ്അലൂനക അനിൽ അഹില്ല. അഹില്ലത്തിനെ കുറിച്ച് അവർ ചോദിക്കുന്നു. ഖുറൈശികൾ അല്ലെങ്കിൽ അവിശ്വാസികൾ അഹില്ലയെ കുറിച്ച് ചോദിച്ചു. അഹില്ല എന്ന് പറഞ്ഞാൽ എന്താ? അഹില്ല എന്താ? ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം എന്ന് പറയില്ലേ? അതായത് ചന്ദ്രൻ ആദ്യത്തെ ദിവസം ഹിലാലാണ് എങ്കിൽ പിന്നെ അതിനെന്തുണ്ട്? ഓരോ ദിനവും അതിൻ്റെ വളർച്ച ഉണ്ടല്ലോ, ചന്ദ്രൻ്റെ വളർച്ച. അതിനെക്കുറിച്ചാണ് ചോദിക്കണം. എന്തുകൊണ്ടാണ് അതിങ്ങനെ ആദ്യം ചെറുത് പിന്നെ വലുത് ഇങ്ങനെ അതിന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും അതിൻ്റെ ആ വൃദ്ധിക്ഷയങ്ങളെക്കുറിച്ച് അത് എന്തുകൊണ്ട് എന്നുള്ളത് പറയാതെ എന്താ പറഞ്ഞത്? യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസ് വൽ ഹജ്ജ്. ഈ ചന്ദ്രൻ ഹിലാലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മവാഖീതു ലിന്നാസ്, ജനങ്ങൾക്ക് സമയം അറിയാനുള്ള അടയാളങ്ങളാണ്, അല്ലെങ്കിൽ വിഷയമാണ്. ആളുകൾക്ക് എന്ത് വേണം? നിസ്കാരത്തിൻ്റെ സമയങ്ങൾ അറിയണം. ആളുകൾക്ക് എന്ത് വേണം? മാസം തുടങ്ങുന്നത് മാസം അവസാനിക്കുന്നത് അറിയണം. ആളുകൾക്ക് കുറേ കാലനിർണ്ണയങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ട്. അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ട ജീവിതമായി അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്. അതേപോലെ ഹജ്ജ്, അതിനൊക്കെ സമയം അറിയാനുള്ള, കാലം അറിയാനുള്ളതാണ് ഈ ഹില്ലത്ത് എന്ന് പറഞ്ഞാൽ. അവരുടെ ആ ചോദ്യം ഇതിങ്ങനെ ഓരോ ദിവസം എന്തുകൊണ്ട് അങ്ങനെ വളരണേ എന്നുള്ളതാണ്. അതേ മുഖവിലൊക്കെ എടുത്തില്ല. അങ്ങനെ ഉത്തരം പറയും. ചില ഇത് ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞ മാതിരിയുള്ള കൃത്യമറുപടി അല്ലേ? കൃത്യമറുപടി അങ്ങനെ വരും. യസ്അലൂനക അനിൽ മഹീദ് അല്ലേ? യസ്അലൂനക അനിൽ മഹീദ്, മഹീദിനെ കുറിച്ച് അവർ ചോദിക്കുന്നു. മഹീദ് എന്താ? ഋതുരക്തം. എന്തായാലും പറഞ്ഞത് ഖുൽ ഹുവ അദൻ. ഖുൽ ഹുവ അദൻ, അത് അദൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉപദ്രവകരമായത് ഹറാമാണ്, നജസാണ്. അതിനുള്ള മറുപടി ഖലാസ് അദൻ എന്നാണ് പറഞ്ഞത്.